അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ അലിഹി വസഹബി അജ്മൈൻ. ഇന്ന് നമ്മളുള്ളത് എടപ്പാളിലെ മാണൂരിലുള്ള മുഹമ്മദ് മർസൂഖ് എന്ന മുഹമ്മദ് ഖാൻ്റെ വീട്ടിലാണ്. 20 വർഷമായി ഇസ്ലാമിലേക്ക് വന്ന മുഹമ്മദ് ഖാൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ട്രൂത്ത് ഫൈ ചാനലിൽ കൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ മുഹമ്മദ് മർസൂഖ് യഥാർത്ഥ പേര് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഏകദേശം 20 വർഷത്തോളമായി. അൽഹംദുലില്ലാ. അപ്പോൾ ഇതിന് മുന്നേ യഥാർത്ഥ സ്ഥലം എവിടെയായിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്ന നാട് എവിടെയാണ് ശരിക്കും? നാട് വന്നിട്ട് തിരുവനന്തപുരമാണ്. പക്ഷേങ്കിൽ പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചൊക്കെ എവിടെ വെച്ചിട്ടാണ്? ഗൾഫിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇസ്ലാമിനെ പറ്റിയിട്ട് നമ്മൾ അറിയാൻ ഉള്ള അവസരം കിട്ടിയത് നമുക്ക് ഗൾഫിൽ വെച്ചിട്ടാണ്. സുഹൃത്തുക്കളോട് കൂടെയാണോ അതോ എങ്ങനെയാണ്? അല്ല, അതങ്ങനെയല്ല. ഞാനിപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ അതൊരു യാദൃച്ഛ്യമായിട്ട് ഞാൻ ഒരാളുടെ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയിട്ട് ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരുന്നപ്പോൾ അവിടെ കുറേ പിന്നെ മുസ്ലിം ബുക്സുകളെല്ലാം ഇരുന്നു. റസൂലുള്ളാഹിയുടെയും അള്ളാഹുവിൻ്റെ ബുക്കുകളൊക്കെ അവിടെ ഇരുന്നു. ഞാൻ വെറുതെ അതെടുത്ത് വെച്ചൊന്ന് മറിച്ചൊക്കെ നോക്കി. അപ്പോൾ അദ്ദേഹം വണ്ടി ഓടിച്ച് പോകുന്നത് എൻ്റെ സ്നേഹിതനാണ്. വണ്ടി ഓടിച്ച് പോകുന്നത് ഞാൻ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊക്കെ വായിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്കത് എന്തോ ഒരു ഇഷ്ടം തോന്നി, അതിനോട് കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ ഒരെണ്ണം വായിച്ചു കഴിഞ്ഞ് അപ്പോൾ ചെറിയൊരു ഒന്ന് വായിച്ചു കഴിഞ്ഞ് അടുത്ത് വായിക്കാണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ സ്ഥലത്തെത്തി, വണ്ടിയോടെ നിർത്തി. അപ്പോൾ ഞാൻ പറയുക 1-2 എൻ്റെ എഴുതി ഇരുന്നോട്ടെ, ഞാൻ പിന്നീട് തരാം. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് ആദ്യത്തെ നമ്മളൊരു അതാണ് ഞാൻ കടന്നു വന്ന ഒരു സന്ദർഭം. അതാണ് ചെറുപ്പത്തിൽ തിരുവനന്തപുരത്തായിരുന്നു എന്നല്ലേ പറഞ്ഞത്? തിരുവനന്തപുരം. അവിടുത്തെ എങ്ങനെയായിരുന്നു വീട്ടുകാർ? വീട്ടിൽ എത്ര ആളുണ്ടായിരുന്നു? എങ്ങനെയാണ് അന്ന് നമുക്ക് ഈ ഇസ്ലാമിനെ പറ്റി അങ്ങനെ ചില ചിന്ത എങ്ങനെയായിരുന്നു വീട്ടിലത്തെ അവസ്ഥ? അവര് ഹിന്ദുക്കളാണ്, അവർ ആ രീതിയിലുള്ളതാണ്. എന്തായിരുന്നു ആദ്യത്തെ പേരെന്തായിരുന്നു? മോഹനൻ എന്നായിരുന്നു പേര്. ഓക്കെ. പിന്നീട് എനിക്ക് അമ്പലത്തിൽ പോക്കോ അല്ലെ മറ്റുള്ള അതൊന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. ദൈവത്തിന്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിൽ പോയിട്ട് വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ഞങ്ങള് 7 പേര്, 7 മക്കളുണ്ടായിരുന്നു. 7 മക്കളുണ്ടായിരുന്നു. അതിലേറ്റവും ലാസ്റ്റാണ് ഞാൻ, അവസാനത്തെ ഞാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഈ ഇസ്ലാമിലേക്ക് ഇങ്ങനെയാണ് ഞാൻ വന്ന് പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ബുക്ക് വീണ്ടും കൊടുത്തിട്ട് വീണ്ടും മേടിച്ചു. വേറെ ഗൾഫിൽ ഏത് വയസ്സിലാണ് എന്നാണ് ഗൾഫിൽ പോകുന്നത്? ഗൾഫിൽ പോയത് അല്ല, ഇസ്ലാം മതം സ്വീകരിച്ചത് ഞാൻ വളരെ പിന്നെ 10-20 വർഷം ഒക്കെ ആയിട്ടേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ. ഇതിന് മുന്നേ നമ്മൾ ഗൾഫിൽ പോകുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ സാധാരണ പോകുന്നതല്ല, പോയി അവിടെ മറ്റേ ഇതിലായിട്ടൊക്കെ നിന്നു. പിന്നെ കല്യാണം കഴിച്ചിട്ടാണോ ഗൾഫിൽ പോയത് അതോ അതിന് മുന്നെയാണ്? എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള പിന്നെ അത് ബഹറിൽ വെച്ചിട്ടാണ് അത് സ്വീകരിച്ചെന്താണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ പറഞ്ഞതിൻ്റെ ബുക്കെല്ലാം വായിച്ച് കൂടുതൽ അടുപ്പം എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്കിതിൽ ഒരു താല്പര്യം തോന്നുന്നുണ്ട്, എനിക്ക് സുഹൃത്തിനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെയും കൂട്ടി ഡിസ്കവറി ഇസ്ലാമിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ബുക്കും കാര്യങ്ങളും, ഒരു ഓഫീസാണ് അവിടെ ചെന്ന് കയറിയപ്പോഴത്തെ അവിടെ വിവരം പറഞ്ഞ് അവർക്കെല്ലാം ഭയങ്കര കാര്യമായിരുന്നു, എന്നോട് ഭയങ്കര ഇഷ്ടവും കാര്യമായിരുന്നു. അവർ ഒരുപാട് കാര്യം ചെയ്യുന്നു. പിന്നെ അവിടെ വെച്ചാണ് എനിക്ക് ഖുർആനൊക്കെ തരുന്നത്. അദ്ദേഹം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, നല്ല ഇതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പ്രയാസങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും. നമ്മൾ ആദ്യം ദൈവത്തെ അങ്ങനെ അമ്പലത്തിൽ പോക്കും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ കുറിച്ച് അറിയണമെന്നോ അങ്ങനത്തെ ചിന്ത ഇല്ല. അപ്പോൾ ഇവിടെ ഗൾഫിൽ പോകുന്ന സമയത്തും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ആദ്യമായിട്ട് തോന്നുന്ന ഈ ബുക്ക് ഇതിലാണ് സത്യം ഞാൻ അറിയുന്നത്. അവിടുന്നാണ് നമ്മൾ ആദ്യം സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നതും അള്ളാഹു റസൂലുള്ളാഹി അതെല്ലാം അറിയുന്നത് ഞാൻ അവിടെ വെച്ചാണ്. ഇതാണ് സത്യം.
എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അത് അവിടുന്ന് അതുവരെ നമ്മൾ അങ്ങനെ ദൈവത്തെ ഒരു ഇതില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവാണ്. അതാണ് അള്ളാഹുവാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ആർക്കും ഇസ്ലാമിലേക്ക് വരാൻ പറ്റൂല. അള്ളാഹു വിചാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിലോട്ട് വരാൻ പറ്റൂ. അതൊക്കെ ഞാൻ പഠിച്ചതാണ്. ഒരു ദിവസം ഒരു ജുമായുടെ ദിവസമായിരുന്നു. അന്ന് നിങ്ങളെ അവിടെ കൊണ്ട് അലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലോട്ട് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജുമായുടെ ദിവസം ഞാൻ രാവിലെ അവിടെ ചെന്നു. ആ സമയമായപ്പോഴത്തേക്ക് എന്നെ വണ്ടിയിൽ ഷെയ്ഖന്മാരുടെ മസ്ജിദിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിരുന്ന് പിന്നീട് ജുമയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉടനെ എന്നെ പെട്ടെന്ന് അനൗൺസ് ചെയ്ത് ഇങ്ങനെ ഒരാൾ പള്ളിയിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത് പിന്നെ ഇസ്ലാമിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ചെയ്ത് പിന്നെ ഹലീമ ചൊല്ലിയിട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂട്ടത്തോടെ വന്ന് കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും ഷെയ്ഖന്മാരുടെ മക്കളൊക്കെ ഉണ്ട്. ഒരുപാട് ഭയങ്കര അവിടെ എല്ലാവരും ഒന്നിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങ് സഹിക്കാൻ മേലാത്ത ഇതായിപ്പോയി. അത്രയ്ക്ക് സന്തോഷമായി. ഇതൊക്കെ വടച്ചമ്പലം തന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാനതെല്ലാം അറിയുന്നു. എൻ്റെ വലിയൊരു ചെറിയൊരൊന്നുമില്ല, ഒന്നുമില്ല, വലിയവരും ചെറിയവരൊന്നുമില്ല, ഒരു പാവപ്പെട്ടവന്ന് എടുക്കണം ഒന്നുമില്ല. എല്ലാവരും വന്ന് കെട്ടിപ്പിടുത്തും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. ഞാനത് വളരെയധികം സന്തോഷിച്ച് വളരെ. പിന്നെ അതുപോലെ തന്നെ എന്നെ ഓരോരുത്തരും ഓരോരോ വീടുകളിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം തരാനും എടുക്കാനും എല്ലാത്തിനും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഇസ്ലാമിലേക്ക് ഇതായിട്ട് വന്നു. പിന്നെ ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു, എനിക്ക് നല്ലൊരു മുസ്ലിമായിട്ട് മുസ്ലിമായിട്ട് മരിക്കണം, അത് നല്ല ഒരു ഇതായിട്ട് തരണം, എനിക്ക് നല്ല ഒരു ദീനുള്ള ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം കഴിച്ചു തരണം, അത് നല്ല ഒരു കുടുംബത്തിൽ പാവപ്പെട്ടവർ മതി, പാവപ്പെട്ടവരായിരുന്നാലും നല്ല കുടുംബമായിരിക്കണം, എനിക്ക് പിന്നെ ഉള്ള സമാധാനവും സമാധാനവും ഒക്കെ വേണം, അതെല്ലാം എനിക്ക് റബ്ബ് തരണം. അതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരിട്ട് സൃഷ്ടാവിനോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അതെ, ചോദിക്കാൻ തുടങ്ങി. എല്ലാം റബ്ബിനോടാണ്. പിന്നെ എല്ലാം റബ്ബിനോട് ചോദിക്കലായി. പിന്നെ ഞാൻ ചോദിക്കുന്നതൊക്കെ റബ്ബ് എനിക്ക് തരാനുള്ള ഇതായി. എനിക്കെല്ലാം തരുന്നുണ്ട് റബ്ബ്. ഞാൻ എന്തൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതൊക്കെ എനിക്ക് റബ്ബ് സാമ്പത്തികമായിട്ടുള്ളതും എല്ലാം ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. ഭക്ഷണമാവട്ടെ മറ്റാവട്ടെ ഒന്നും എല്ലാം നല്ല റാത്തായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കല്യാണാലോചന അവിടെയുള്ള ആൾക്കാർ കൂടിയിട്ടൊക്കെ ഞാൻ ഒരു ആലോചനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതിരുന്നപ്പോഴ സമയത്ത് ഈ മലപ്പുറത്തുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞ് ഒരു കുട്ടിയുണ്ട്, നമുക്കതൊന്ന് നോക്കാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം. വേറെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അതാണ് ഈ കാളാച്ചാലാണ്, കാളാച്ചാൽ അങ്ങനെ വിളിച്ച് പറഞ്ഞ് അത് പിന്നീട് സംസാരിച്ച് ആ കുട്ടിയോടും സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവമാണ്, ഇസ്ലാമിലേക്ക് വന്ന ഒരു പാർട്ടിയാണ്, അതിൻ്റെ ഉപ്പാനും അടുത്ത് അവർ പറഞ്ഞ് കുഴപ്പമില്ല, നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ഈ മലപ്പുറത്തേക്ക് വന്നു. അന്നാണ് ആദ്യം മലപ്പുറത്തേക്ക് എത്തുന്നത്. അതിന് തന്ന് പിന്നെ അത് അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്കൊരു സന്താനത്തെ തരണമെന്ന് പറഞ്ഞു. അള്ളാഹു അങ്ങനെ ഒരു മോളെ തന്നു. അത് നല്ലൊരു മോളെയും തന്നു, നമ്മുടെ ജീവിതം സുഖകരമാക്കി തന്നു. ഇതിൽ കൂടി ഇനി എന്താ വേണ്ടേ? അള്ളാഹു ഇനി എന്താ തരുക? എല്ലാ പ്രയാസങ്ങളും എനിക്കൊരു പ്രയാസമില്ലായിരുന്നു. ഈ എടപ്പാട് വന്നതിന് ശേഷം എനിക്കൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ല. ഞാൻ പോകുന്ന എന്ത് കാര്യത്തിനും ഒരു തടസ്സങ്ങളും ഇല്ല. എല്ലാം അള്ളാഹു എനിക്കതാക്കി തരുന്നുണ്ട്. പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ വീട് ഇത് നമ്മളെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിട്ടിരുന്നു. ഞാൻ അവിടെ തറവാട്ടിൽ നിന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാടക വീട്ടിലോട്ട് പോകും, പന്താവൂര്. അവിടെ പോയി 2 വർഷം താമസിച്ച് അവിടെ നിന്ന് ശേഷം ഞങ്ങൾ പിന്നെ പുള്ളുവമ്പടിയിൽ പോയി. അവിടെ 8 വർഷം
വാടകപടി താമസിച്ചു. ആ 8 വർഷം. അപ്പോൾ ഇത്രയും ഈ വർഷത്തിനിടയിലൊന്നും ആർക്കും ഒന്നും അറിയില്ല എന്നെ പറ്റി. ഞാൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല. ഇസ്ലാമിലേക്ക് വന്നതൊന്നും അറിയില്ല, അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ കോവിഡ് വന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായി. അന്നേരം ബുദ്ധിമുട്ടായത് കോവിഡ് ഒന്നുമല്ല, അതല്ല, എനിക്ക് ജീവിക്കാനുള്ള ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ഉസ്താദന്മാരൊക്കെ വിളിച്ചിരുന്ന് മോളുടെ ഓരോ മദ്രസയിലെ കാര്യങ്ങളും മറ്റും കാര്യത്തിനായിട്ടൊക്കെ വിളിച്ചു. അവർക്കൊന്നും അറിയില്ല. അവർ വിളിച്ച് ചോദിച്ചത് ഇങ്ങനെ വന്ന് ഓൺലൈൻ വഴി ഇതിൽ മൊബൈലിൽ ഇട്ട് വരും. അത്ര ആ മൊബൈലൊന്നും നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ എന്തോ മോളുടെ അടുത്ത് ഇച്ചിരി മുഖം കറുത്ത് പറഞ്ഞപ്പോഴത്തെ നമുക്കൊരു വിഷമമായി. അപ്പോൾ പെണ്ണുമുള്ള വിളിച്ച് പറഞ്ഞ് ഉസ്താദിനെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നുമല്ല, നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴാണ് സത്യം അറിയുന്നത്. അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ന രീതിയിൽ വന്ന ആളാണ്. ഇപ്പോൾ സെക്യൂരിറ്റി ജോലി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ജോലി ഉണ്ടായിരുന്നു. എവിടെയാണ് സെക്യൂരിറ്റി ജോലി? എവിടെയായിരുന്നു? CK ടവറിൽ. അവിടെയായിരുന്നു ഞാൻ കുറേ കാലമായിട്ട് അവിടെയായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടിലാണ്. ഇപ്പം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു? അപ്പോഴും അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഉസ്താദന്മാർ അറിയുന്നത് സംഭവം. ആ ഉസ്താദ്, പള്ളിയിലെ ഉസ്താദ് വിചാരിച്ചിരുന്ന ഞാൻ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു, അവരെന്തോ വലിയൊരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. അത് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഉസ്താദ് അവിടെയുള്ള പള്ളിയിലുള്ള ചില ആൾക്കാരെയൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ അങ്ങ് വരാൻ തുടങ്ങി വീട്ടിൽ അറിയിച്ചപ്പോൾ. എന്നിട്ട് അവർ പോയി ഒരു മൊബൈൽ മേടിച്ചുകൊണ്ട് വന്നു. എന്ന് വെച്ചാൽ പിന്നെ നല്ല 8 രൂപ 10 രൂപ കൊണ്ടാണ് മൊബൈലിൻ്റെ വില. അത് കൊണ്ടുവന്ന് നമുക്ക് കൊണ്ട് കാണിച്ച് ഇത് ഉപയോഗിക്കേണ്ട രീതിയും മറ്റു രീതികളെല്ലാം കാണിച്ചു തന്നു. നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടോ? ഇപ്പം അവിടെ ഇല്ല. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഇവിടെ പിന്നെ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ എടപ്പാൾ ബോബി ജോസഫിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു റോയൽഡേ, നമ്മളെ പിന്നെ ഷബീറിൻ്റെ റോയൽഡേയിൽ അവിടെയാണ് ഞാൻ നിന്നത്. അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കാലിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു അല്ലേ? കാലിൻ്റെ ഇത് വന്ന് കാലിനെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു നോവ് വന്നിട്ട് അത് പിന്നെ അത്ര ആദ്യത്തെ ദിവസം കാര്യമാക്കില്ല. 2ാമത്തെ ദിവസം ആയപ്പോൾ ചെറിയ വേദനയുണ്ട്. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് നീരായിട്ട് മാറി. കുറച്ച് നീര് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പൊന്നാനി ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടർ പിന്നെ അത് പഴുത്തിരിക്കുകയായിരുന്നു. കീറിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നിങ്ങൾ തൃശ്ശൂർ എലിയറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. എലിയറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ നോക്കി എടുത്തിട്ട് പറഞ്ഞു ഉടനെ നാളെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കാല് കണ്ടിട്ട് വലിയത്. അപ്പോൾ കാണിച്ചപ്പോഴത്തേക്ക് ഈ കൈക്കോട്ട വെച്ചിട്ട് നമ്മൾ തറ മാന്തുന്ന മാതിരി ആയിരുന്നു കാലിരുന്നത്. അത്രയും പ്രയാസമായിരുന്നു. പള്ളിയിൽ എല്ലാവരും വെച്ച് 4 ലക്ഷം രൂപയായി. എല്ലാവരും സഹായിച്ച് CH അവരാണ് സഹായമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ICC ഇക്ബാൽക്ക അങ്ങനെയുള്ള എല്ലാവരും നിന്നും ഉണ്ടായി. ഒന്നും അറിഞ്ഞില്ല, പ്രയാസങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഈ ഒരു സാധനം ഞാൻ പടച്ചവൻ തന്നത് ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിലും അത് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇതെനിക്ക് ഇപ്പോൾ ഡ്രസ്സ് ചെയ്ത് എല്ലാം ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മളെ പെണ്ണുങ്ങളാണ്, വൈഫാണ് അതൊക്കെ ചെയ്യേണ്ടത്. ചെയ്തു തന്നിരുന്നു. അപ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും അത് ചെയ്യൂല. അവർക്ക് അറപ്പം അത്ര ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും ചെയ്യാൻ മലമൂത്രം മാത്രമുള്ള എല്ലാം ചെയ്യാന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്.
അത് ചെയ്യാനായിട്ട്. പക്ഷെ അത് റബ്ബിൻ്റെ പരീക്ഷണമാണ്. റബ്ബ് കൊടുത്തത് ഓളെന്താവും, എങ്ങനെയാവും, എന്താവും എന്നൊക്കെ. പക്ഷേ അതിൽ ഓള് വിജയിച്ചു. ഓള് പിന്നെ ഒരു പ്രയാസം, ഒരു വിഷമം ഒന്നും ഉണ്ടായില്ല ഈ സമയം വരെയും. എന്നെ അവസാനം വരെയും, ഈ ഉണങ്ങുന്ന സമയം വരെയും അവർ നോക്കി എല്ലാം ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും വരികയും എടുക്കുകയും ചെയ്യും എല്ലാം ചെയ്തിരുന്നു. അവിടെ 2 ആഴ്ച അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. 2 ആഴ്ചയും കിടന്ന് പിന്നെ 5 ദിവസം കൂടുമ്പോൾ 1 മാസം അങ്ങനെ പോയി. അങ്ങനെ പിന്നെ ഇവിടെ അർഫ ഹോസ്പിറ്റലിൽ 2 ആഴ്ച അവിടെ പോയി ഡ്രസ്സ് ചെയ്യാനും എടുക്കാനും എല്ലാം. പിന്നെ തൃശ്ശൂർ നാട് വന്ന് ഡ്രസ്സ് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ഇവിടെ ഉള്ളവർ ആ സമയത്ത് ഞാനിവിടെ ഉണ്ട്. പക്ഷേ അതിന് എനിക്ക് നടക്കാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോകണം, എടുത്തുകൊണ്ട് പോകണം. അതിന് ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് എടുത്തുകൊണ്ട് പോയി. വണ്ടി അവിടെയാണ് നിൽക്കുന്നത്, ഇങ്ങോട്ട് വരില്ല. അപ്പോൾ വണ്ടി അവിടെ കൊണ്ടുവന്ന് ആംബുലൻസിലായിരുന്നു, ആംബുലൻസ് വണ്ടി കൊണ്ടുവച്ച് കൊണ്ടുപോവുകയും എടുക്കുകയൊക്കെ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അത് റബ്ബ് വിചാരിക്കണം. എല്ലാ കഴിവും ഉള്ളത് റബ്ബിനാണ്. നമുക്കാർക്കും ഒരു കഴിവുമില്ല. നമുക്കെന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മുടെ പക്കൽ ഒന്നുമില്ല. എല്ലാം ഉള്ളത് റബ്ബിൻ്റെ പക്കലാണ്. റബ്ബാണ് നമുക്ക് എല്ലാവർക്കും എല്ലാം തരുന്നത്. അതെല്ലാം വേറെ ആരുടെയും മിടുക്കൊന്നുമല്ല. ഓരോരുത്തരും മനസ്സുകൊണ്ട് വിചാരിക്കും ഇത് എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണ്, മറ്റാണ്. ഒന്നുമല്ല. പടച്ചമ്പുരാനിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ എത്ര വാഴ്ത്തിയാലും സ്തുതിച്ചാലും ഒന്നും മതിയാവില്ല. അത്രയ്ക്ക് വലിയവനാണ്, മഹാനാണ്, സർവശക്തനാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്, എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു ഏകനാണ്, ഉറക്കമോ മയക്കമോ ഇല്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഈ ദുനിയാവ് മുഴുവനും ഏകന റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ്. എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബാണ്. റബ്ബിനെ മാത്രം ആരാധിക്കുക. എന്തായാലും ആ ഒരു വിശ്വാസത്തിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടാണ്. പറഞ്ഞാൽ അതിനൊരു അവസാനമില്ല. റബ്ബിനെ കുറിച്ച് പറയാനാണെന്നെങ്കിൽ വചനങ്ങൾ ഒരുപാടാണ്. അതിനൊരു അവസാനം ഉണ്ടാവില്ല. അതങ്ങനെയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. എൻ്റെ റബ്ബ് എനിക്ക് എല്ലാം തരുന്നുണ്ട്. ഈ വീട് ഇത് പടച്ചമ്പരം തന്ന വീടാണ്. 8 വർഷം ഞാൻ പുള്ളുവമ്പടി താമസിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ആൾ വന്നിട്ട് പറഞ്ഞ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ വീടാണിത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് ഒരാളിനെയും കൂട്ടി വന്നു. അദ്ദേഹത്തിന് എന്നെ അറിയില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. വേറെ അറിയാവുന്ന ഒരാളെയും കൂട്ടി വന്നിട്ട് പറഞ്ഞ്, എനിക്കൊരു വീടുണ്ട്, അത് കാലിയായിട്ട് കിടക്കുക, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് താമസിക്കുക, വാടക തരണ്ട എന്ന് പറഞ്ഞു. എനിക്ക് പേര് വാവ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അടുത്ത ദിവസം തന്നെ, അന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോയി. അടുത്ത ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹം വന്നു. അദ്ദേഹമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ആദ്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്താ ഇത് ഇവിടെ ഉള്ളിലാണല്ലോ ഇതാണെന്നല്ലോ. പക്ഷേ ഞാനിവിടെ വന്ന് ഈ വീട് കണ്ടപ്പോഴത്തേക്ക് അന്നൊക്കെ ഒരു ഇതായിട്ട് കിടക്കുകയായിരുന്നു. കാരണം അദ്ദേഹം താമസിച്ച വീടാണ്. അദ്ദേഹം നല്ലൊരു വീട് പുള്ളമ്പടിയിൽ വെച്ചിട്ട് അങ്ങോട്ടും പോയി. പക്ഷേ 1-2 വർഷമായിട്ട് ഇത് വെറുതെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന് ഇതിനെ വൃത്തിയാക്കി ഇതായിട്ട് എടുത്ത്. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളടുത്ത് പറഞ്ഞു, പടച്ചമ്പരം തന്നു, 2 കൈയും നീട്ടി സ്വീകരിക്കുക, നമുക്ക് എല്ലാ റബ്ബ് തരും എന്ന് പറഞ്ഞ് നമ്മളിത് വൃത്തിയാക്കി ഇതെല്ലാം എടുത്തതിന് ശേഷം പിന്നീട് ഇടയ്ക്ക് വെച്ച് നമ്മളറിഞ്ഞ് പിന്നീട് വാവ ഈ വീട് വിൽക്കാൻ പോകണം. അങ്ങനെ ഒരു ന്യൂസ് കേട്ടായിരുന്നു. അങ്ങനെ നമ്മളത് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് നമുക്കിത് വാങ്ങിയാലോ. നമ്മുടെ ഒന്നുമില്ല. എന്നിപ്പോൾ റബ്ബിനോട് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഈ വീട് നമുക്ക് തന്നെങ്കിൽ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ഇപ്പം മനസ്സിലാക്കും. ഇപ്പം 2-3 ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കും. ഈ വീടിൻ്റെ ആധാരം, ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് റബ്ബ് തന്ന വീടാണ്,
ഇത്രയും കാലം ഇതിനു വേണ്ടിയിട്ടാണ് റബ്ബ് കാത്തിരുന്നത്. കാത്തിരുന്നത് നമുക്ക് തരാൻ. ഈ പ്രായത്തിലും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് സാധിച്ചില്ല, പക്ഷെ നമുക്ക് സാധിച്ചു. അതിന്റെ സമയം എത്തി. അതല്ല ആശ നമ്മളെ കൊണ്ട് പറ്റൂല, ഒന്നിനും പറ്റൂല. തറയും ഇല്ല, വീടും ഇല്ല, ഒന്നുമില്ല. ഈ 8 വർഷം വാടകയും കൊടുത്ത് കിടന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് റബ്ബ് ഇവിടെ കൊണ്ടാക്കി തന്നു, ഈ വീടും നമുക്ക് റെഡിയാക്കി തന്നു. അപ്പോൾ അത്രയും എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളും കാര്യങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്ന് എനിക്കുണ്ടാവുന്നുണ്ട്. ഞാനതറിയുന്നു. ചില കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അറിയിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഈമാനോടുകൂടി വെറുതെ പിന്നെ ഖുർആനെടുത്ത് വെച്ച് ഓതിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നല്ല മനസ്സോടുകൂടി നല്ല ഈമാനോടുകൂടി അള്ളാഹുവിനെ വിചാരിച്ച് നമ്മളത് ഓതണം. നല്ല മനസ്സിൽ നിന്ന് ഓതിക്കൊണ്ടിരുന്നാൽ നമ്മളെ മനസ്സിൽ അതുകൊണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അള്ളാഹു അറിയും. അള്ളാഹു അറിഞ്ഞിട്ടാണ് നമുക്കത് ഓരോന്ന് ചെയ്തു തരുന്നത്. അത് അള്ളാഹുവിന് ഇപ്പോൾ ഒരാൾ ഖുർആൻ ഓതുമ്പോഴത്തേക്ക് അള്ളാഹു മനസ്സിലാക്കും എങ്ങനെയാണ് ഓതുന്നത്, എന്താണ് ഏതാണ് അത് മനസ്സിലാക്കും. അതനുസരിച്ച് അള്ളാഹു എന്താ ചെയ്യുള്ളൂ. എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനും നമുക്ക് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ പടച്ചവൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് മനസ്സിലാക്കി തീർച്ചയായും മനസ്സിലാക്കിയ പടച്ചവൻ എന്തായാലും ആ ഒരു അടിയുറച്ച് നിന്ന് സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.